നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയൊരു അശ്രദ്ധ മതി വലിയ ദുരന്തങ്ങളിലേക്ക് അത് വഴിവെക്കാൻ. അത്തരത്തിൽ തീർത്തും അപ്രതീക്ഷിതമായ ഒരു നിമിഷത്തിലാണ് കാസർഗോഡ് കോളിച്ചാൽ മൊട്ടേങ്കൊച്ചിയിലെ ശോഭന എന്ന വീട്ടമ്മയ്ക്ക് തന്റെ ജീവൻ നഷ്ടമാകുന്നത്. വീട്ടിലെ ജോലികൾക്കിടെ ദാഹം വന്നപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചത് മാത്രമാണ് അവർക്കറിയാവുന്നത്. ഇവിടെ ആരും ചിന്തിക്കാത്ത ഒരു കൈപ്പിഴയാണ് ആ കുടുംബത്തിന് തീരാവേദനയായി മാറിയത്. മുതിർന്നവരായാൽ പോലും വീട്ടിലെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ എത്രത്തോളം കരുതൽ വേണമെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജനുവരി 28 ബുധനാഴ്ച രാത്രി 9:30 സംഭവം നടക്കുന്നത്. വെള്ളം കുടിച്ചതിന് ശേഷം വീട്ടമ്മയ്ക്ക് അസ്വസ്ഥത അനുഭവപ്പെടുകയായിരുന്നു. തുടർന്ന് ഇവരെ മംഗളൂരുവിലെയും പിന്നീട് കണ്ണൂരിലെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. നില അതീവ ഗുരുതരമായതിനെ തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പിന്നീട് മാറ്റുന്നത്. അവിടെ ചികിത്സയിലിരിക്കെ ഫെബ്രുവരി 3 പുലർച്ചെയാണ് ഇവർ മരണപ്പെടുന്നത്. ഇവരുടെ വീട്ടുകാർ പറയുന്നത് ഇങ്ങനെയാണ്: വീട്ടിൽ എലിശല്യം രൂക്ഷമായിരുന്നു. സംഭവത്തിന് കുറച്ച് മുൻപ് എലിശല്യം ഒഴിവാക്കാനായി പേസ്റ്റ് രൂപത്തിലുള്ള എലിവിഷം ശോഭന വീട്ടിൽ ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇത് തുറക്കുന്നതിനിടെ സമീപത്തെ ഗ്ലാസ്സിലേക്ക് തെറിച്ച് വീണിരുന്നു എന്നും ഇവർ പറഞ്ഞു. അതറിയാതെയാണ് ഈ ഗ്ലാസ്സിൽ ശോഭന വെള്ളം കുടിച്ചതത്രേ. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് നൽകി. ശോഭനയുടെ ആന്തരികാവയവങ്ങൾ കൂടുതൽ വ്യക്തതയ്ക്കായി രാസപരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് എന്നാണ് വിവരം. ഇതിന്റെ ഫലം വന്നാൽ മാത്രമേ വിഷത്തിന്റെ കൃത്യമായ അളവും സ്വഭാവവും ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. ബന്ധുക്കളുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എലിശല്യം ഒഴിവാക്കാനായി ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒന്നാണ് പേസ്റ്റ് രൂപത്തിലുള്ള എലിവിഷം. എന്നാൽ ഇതിന്റെ ഉപയോഗം എത്രത്തോളം അപകടകരമാണെന്ന് പലപ്പോഴും നാം മറന്നുപോകുന്നു. മുൻപും ഇത്തരത്തിലുള്ള നിരവധി മരണങ്ങളാണ് നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആലപ്പുഴ തകഴിയിൽ 15 വയസ്സുള്ള മണിക്കുട്ടി എന്ന പെൺകുട്ടിയുടെയും ജീവനെടുത്തത് ഇതേ എലിവിഷം തന്നെയാണ്. വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് സ്കൂൾ വിട്ടെത്തിയ പെൺകുട്ടി അടുക്കളയിൽ കണ്ട തേങ്ങാമുറിയെടുത്ത് കഴിക്കുകയായിരുന്നു. എന്നാൽ കുട്ടിയുടെ മുത്തശ്ശൻ എലിയെ പിടിക്കുന്നതിനായി അതിൽ എലിവിഷം കലർത്തിയിരുന്നത് ആ പെൺകുട്ടി അറിഞ്ഞിരുന്നില്ല. അട്ടപ്പാടിയിൽ മറ്റൊരു സംഭവത്തിൽ 3 വയസ്സുകാരി സ്നേഹ റോസിന്റെ മരണത്തിന് ഇടവരുത്തിയതും ഈ എലിവിഷം തന്നെയാണ്. വീട്ടിലെ പെയിന്റിംഗ് ജോലികൾ നടക്കുന്നതിനിടെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിടുന്ന സമയത്ത് മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടി പേസ്റ്റാണെന്ന് കരുതി എലിവിഷം എടുത്ത് പല്ല് തേക്കുകയായിരുന്നു. ഇത്തരം വിഷപദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക തന്നെ വേണം. പരമാവധി ഈ പേസ്റ്റ് രൂപത്തിലുള്ള എലിവിഷം ഒഴിവാക്കി മറ്റെന്തെങ്കിലും മാർഗം സ്വീകരിക്കുന്നതായിരിക്കും ഉചിതം. പാരമ്പര്യ രീതിയിലുള്ള എലിക്കണികളും ഗ്ലൂ ബോർഡുകളും അൾട്രാസോണിക് റിപ്പല്ലറുകളും എല്ലാം ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. ഇനി ഈ പേസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. പലപ്പോഴും ഇത്തരത്തിലുള്ള വിഷപദാർത്ഥങ്ങൾ അകത്തു ചെന്നാൽ ഉടനെ ലക്ഷണങ്ങൾ കാണിക്കണമെന്നില്ല. ആന്തരിക അവയവങ്ങളെ പതുക്കെയാണ് ഇത് ബാധിക്കുക. പലപ്പോഴും ഇത് വെള്ളത്തിലോ ഭക്ഷണത്തിലോ കലർന്നാൽ തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടാവാറുണ്ട്. എന്തായാലും ഇനിയെങ്കിലും ഇങ്ങനെയുള്ള അപകടങ്ങൾ ആരും ആവർത്തിക്കാതിരിക്കുക.